ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കിയാണ്. മഴയാണ്, നമ്മൾ റെഡിയാകുന്ന മുന്നേ രാവിലെ മുതലേ മഴയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ പോകുന്നുള്ള ഇതിലായിരുന്നു. ഇനിയിപ്പോൾ മഴ ചെറുങ്ങനെ നിന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉറക്കം വരുന്നുണ്ട്. ഭയങ്കര ക്ഷീണമായിട്ട് ഫോട്ടോ വീഡിയോ അവിടുന്ന് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും വിശേഷം പുറമേ നിന്നൊക്കെ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാം. അമ്പലത്തിലേക്ക് പോകാൻ എല്ലാവരും റെഡി ആയിട്ടാണ്. നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് വിരിച്ചതാണ്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. അറിയില്ല ഇനിയിപ്പോൾ രാവിലെ ഫസ്റ്റ് ദർശനം കിട്ടുമെന്നുള്ളത്. കാരണം 6:30 മുതൽ 7:30 വരെയാണ്. നമ്മൾ ഏകദേശം 7 മണിയോടടുപ്പിച്ച് ഇനി അവിടെ എത്തി. അപ്പോഴത്തേക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ 8:30-ക്കുള്ളത് പിന്നെ വരും. മൂത്തേ നമ്മൾ പോയിട്ട് വരുന്നേ. നശിക്കൂട്ടാ ഞാനും ഇത് ശ്യാമള അമ്മൂമ്മ തന്ന ഗിഫ്റ്റ് അല്ലേ, ഇന്നത്തെ ഫങ്ഷന്. അതാണ് ശ്രീകുട്ടിയിട്ട്. നമ്മളങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി തൊഴുതിട്ടൊക്കെ തിരിച്ച് വന്നിട്ടാണ് കേട്ടോ. നമ്മൾ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാത്രമാണ്. നമ്മൾ ഫുഡെല്ലാം കഴിക്കട്ടെ. നല്ല വിശപ്പ്. ശ്രീകുട്ടനെല്ലാം നടന്ന് തളർന്നു പോയി. അമ്പലത്തിൽ കയറിയ തൊട്ട് വിശക്കെന്ന് പറയുന്നതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. കുറേ ലേറ്റായി. എല്ലാവർക്കും വിശന്നിട്ട് കണ്ണാകുന്നില്ല. അതുകൊണ്ട് വേഗം കഴിക്കാം. നമ്മൾ കുതിരമാളിക അവിടേക്കാണ് നെക്സ്റ്റ് വന്നത്. അമ്പലത്തിൽ കഴിഞ്ഞതാ കുതിരമാളികയിലേക്ക്. വലിയ കൊട്ടാരമൊക്കെയാണ്. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. നമ്മൾക്ക് മുന്നേ വന്ന ടീമാണ് ഇവിടെ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്ന് കുറച്ച് ലേറ്റായിപ്പോയി. ഇവർ വേഗം കഴിച്ചിട്ട് ഇങ്ങെത്തി. നമ്മൾ കുതിരമാളിക എത്തി. ഇത് കുറേ കൊട്ടാരത്തിൻ്റെ എന്തൊക്കെയല്ലോ സംഭവങ്ങളുണ്ട്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതോ സികുട്ടി ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചിത്രാലയം കുറേ നേരമായി വന്നിട്ട്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ലേറ്റായി. നമുക്ക് 2 ടിക്കറ്റ് ഇവിടെ 2 സ്ഥലങ്ങളാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്മൾ ടോട്ടലായ 680 അല്ലേ? ടോട്ടലായി 2 ടിക്കറ്റ്. കുട്ടിക്ക് വേറെ വലിയാക്ക് വേറെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണട്ടെ. വാ ബാ. നമ്മൾ ചിത്രാലയം, കുതിരമാളിക, ചിത്രാലയം ഇവിടെ അല്ലേ? നമ്മൾ 2ൻ്റെ ഏതാ ഫസ്റ്റ് കാണുന്നത്? കുതിരമാളി ആറ്റുകാലിയാണോ കുതിരമാളിയാണോ? ഇത് കാണാല്ലേ ഫസ്റ്റ്? കുതിരമാളി ഫസ്റ്റ് ഇങ്ങ് പോയിട്ട് വരും. നമ്മൾ ഫസ്റ്റ് കുതിരമാളികയിലേക്ക് പോകുന്നു. ചോട്ടാ ഫെസ്റ്റിവെല്ലാം മാറിയില്ല. ഉഷാറായല്ലേ? രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയതിന് ക്ഷീണമായിരുന്നു ശ്രീകുട്ടന്. അവിടെ നിന്നിട്ടാണെങ്കിൽ വിശന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. ശ്രദ്ധിച്ചേർക്കേ. ഒക്കെ പണ്ടത്തെ കൊട്ടാരം. ഇവിടുന്ന് തന്നെ നൃത്തം എൻ്റെ ഒരു മുറേ വന്ന് പാർത്തായ. ഇതാ ശരിക്കും അതുപോലെ ഉണ്ട്. പ്രേതാലയം പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. കുതിരമാളിയത് ശരിക്കട്ടെ. എനിക്ക് പേടിയാവുന്നുണ്ടോ ഇതെല്ലാം കാണുമ്പോൾ? മറ്റേ മണിച്ചിത്രത്താഴിൻ്റെ ഫീല് വരുന്നുണ്ടോ? അങ്ങനെയില്ല. പക്ഷെ എനിക്ക് ശരിക്കും പേടിയുണ്ട്. കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു മുറേ വന്ന് പാരായ ചീട്ടാ പേടിയാവുന്നുണ്ടോ? അട്ടയാത്ത് നടന്ന മുന്നിൽ കാണണം. അവള് നല്ല വരുന്നത്. ഉച്ചാര ഉത്രാടം മാർത്താണ്ഡവർമ്മ ചിത്രം.
പിന്നെ മുള കൊട്ടാരത് എന്താ ഇങ്ങനെ പിറകിലായിപ്പോയി ക്ഷീണായിപ്പോയാ? വെയിലുണ്ട്. ചെമ്പക നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല, അതിന് വേറെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പം നമ്മളിവിടെ ഇത് നിർത്തിയാണ് കുതിരമാളികയിൽ വിഷ്വൽസ്. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കമ്മോ നമ്മൾ ഇവിടെ 2 സ്ഥലത്തും കയറി, കുതിരമാളികയും പിന്നെന്താ ഇത് ചിത്രാലയം. അപ്പോൾ ഇതിൽ ക്യാമറ ഒന്നും എടുക്കാൻ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഫോട്ടോ എടുക്കണമെങ്കിൽ എല്ലാം എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്. നമ്മളൊന്നും ഒന്നും ചെയ്തില്ല, എല്ലാം കണ്ടു വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പം ടൂറിനൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ വരുന്നത്. അത്രക്കും കുട്ടികൾക്ക് വേർത്തായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇവിടുന്ന് അടുത്ത ഇതിലേക്ക് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ശംഖുമുഖം ബീച്ചാണ് നമ്മുടെ നെക്സ്റ്റ്. നമ്മൾ പാർക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ബീച്ചിലേക്കാണ് വന്നേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് വിട്ട് വരുന്ന പറ. പേടിയൊന്നും ഇല്ലാന്ന് പറ. നമ്മൾ ശംഖുമുഖം ബീച്ചിലാണുള്ളത്. പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കെന്തോ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. ഞാൻ ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് കുട്ടികളുടെ കൂടെ ഒന്നിച്ചിരിക്കാം. ഇതിപ്പം പിന്നെ ബീച്ചിലായതുകൊണ്ട് ഞാൻ പിന്നെ കോവളം ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ശംഖുമുഖം ബീച്ചിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മളെ കൂടെയുള്ളവരെല്ലാം മുന്നേ നമ്മളിങ്ങനെ ഊബർ പിടിച്ച് വരുന്നതുകൊണ്ട് ഫസ്റ്റ് ഒരു ഊബർ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പം അവരൊക്കെ മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട്. കുക്കു അഭിഷേട്ടനും അവരൊക്കെ മുന്നേ എത്തിയിട്ടുണ്ട്. ആണ് ശംഖുമുഖം ബീച്ച്. എന്തായാലും ഞാൻ ബീച്ചിലൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ, എന്നിട്ട് വീഡിയോ എടുക്കാം. എന്താണ് മോളെ പറഞ്ഞോ, നീ പറഞ്ഞോ, ധൈര്യത്തിൽ പറഞ്ഞോ. നടന്ന് കണ്ടിട്ട് വരാം. ഫുള്ള് വെയിലല്ലേ ശ്രീകുട്ടി, നല്ല വെയിലാണ് ശ്രീകുട്ടി. അധികം സമയം ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. കുതിര സവാരിയൊക്കെ ഉണ്ട്. ശ്രീകുട്ടി കുതിര സവാരി പോന്നാ? നമ്മളിവിടെ വന്ന ടൈം എത്ര നല്ല ടൈമല്ല, ഭയങ്കരമാണ് വെയിൽ. തമിഴ് കേട്ടിട്ട് നോക്കുമ്പോൾ തമിഴ് ഇതാ പൈസക്ക് കൊണ്ടുപോയി വലിയ പിടുത്തൊന്നുമില്ല, എന്നിട്ടും വലിയതുപോലെ അടിക്കുന്നു. എടാ വെയിലടാ. കമ്മല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കണല്ലായിരിക്കും. ഇഷ്ടായിന്നല്ലോ ഉള്ള കമ്മലിന്റെ ഫാഷൻ കാണിക്കേ. ഏതാ ആണത്? മറ്റേ ക്ലിപ്പിന്റെ മോഡല് ബാക്കിൽ കുത്തുന്നത്. ഇത് കമ്മൽ തന്നെയാ. അവിടെ എത്രയാണ്? 64. കാണുന്നില്ല, അങ്ങോട്ട് കാണുന്നില്ല. പക്ഷെ ചെറുത് തോന്നാ, തലയെല്ലാം വന്ന് തട്ടുന്നതാ. ചെറുത് തോന്നാണ്. വീഴരുതേ നമ്മളവിടെ. കപ്പിൾസ് ആണെങ്കിൽ ഞാനെന്താ അവിടെ പോയി ചായ കുടിച്ച് പോയിട്ട്
നല്ല ചായ. ഇതെങ്ങനെയുണ്ട്? ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു തരാം. ഫോട്ടോ എടുക്കാനൊന്നും വയ്യ ഇവർക്ക്. നല്ല രസമുണ്ടാവും ഫോട്ടോ എടുത്താൽ കേട്ടാ. ഇനി യുദ്ധത്തിന് വേണ്ട. ഇനി യുദ്ധത്തിന് വേണ്ട, യുദ്ധം അവസാനിച്ചില്ല, അതുകൊണ്ട് ഇനി വേണ്ടല്ലോ ആനിയ. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചേക്ക. ഓ മാമനും മാമിയെല്ലാം അവിടെ എത്തിയേട്ടാ. അതാ ഓടല്ലേ. നമുക്ക് ഒരു ഹെലികോപ്റ്ററിൽ അങ്ങ് പോയാലോ, നാട്ടിലേക്ക് ഇതിലങ്ങ് പോയാലോ? ശ്രീകുട്ടി ഇത് രസമില്ലാന്ന് ഇത് കാണാനാ ഹെലികോപ്റ്റർ. ആരോ പറഞ്ഞായിട്ട് ഇവരെല്ലാം തൊട്ടിട്ടല്ലേ, തൊട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടടാ. അതാ അത് കറങ്ങുന്നു. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് പോകാം അല്ലേ. ഫൈനലി നമ്മൾ കോവളം ബീച്ചിലെത്തി ഗൈസ്. കുറച്ച് നേരത്തെ ആയിപ്പോയി സമയം, വളരെ നേരത്തെ ആയിപ്പോയി നമ്മള്. അതുകൊണ്ട് കമ്മൂല എഴുന്നേറ്റതാ. അപ്പൊ ഇനി ഇവിടുത്തെ കുറച്ചൊരു വൈബ് നമ്മൾ എൻജോയ് ചെയ്തതിന് ശേഷം കാണുന്നില്ല ആരും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നാളെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവും. നാളെ ഉച്ചക്കാണ് ട്രെയിന്. നേരിട്ട് പോ നോക്കിയാ ചങ്കു മങ്കു. ഫോട്ടോഗ്രാഫർ കുക്കു. അയ്യോ അയ്യോ അയ്യോ, വെള്ളം ഇങ്ങോട്ടെത്തി. നനഞ്ഞിനാ എടാ, ഇങ്ങെത്തിട്ടാ അൺഎക്സ്പെക്റ്റഡ് ആയി പോയി. വെള്ളം ഇത്ര ഇങ്ങ് വന്ന് കടല്. വയറ് അറിഞ്ഞാ ഇളനീര് കുടിക്കുമ്പോഴേക്കാ ആരും കാണാതെ. നമ്മൾ രണ്ടുപേരും നിഴലുകൾ നമ്മൾ പിന്തുടരുന്നു. നമ്മളൊരു ഇളനീര് കുടിക്കാന്ന് വിചാരിച്ചു ഗൈസ്. മാമനും മാമി ഇളനീര് കുടിക്കുന്നു. മറ്റേ ഇതല്ലേ വിഷമല്ലേ ഇത് സംഭവം ശരിക്കും. അതിൻ്റെ നമ്മൾ ഇളനീര് കുടിക്കാം. കുക്കു അങ്ങ് പോയിനാ. വെള്ളം വലുതാ, കടൽ വരുന്നു. ചീക്കുട്ടി നനയരുതേ, ഷൂ നനയരുത്. ലെവി വാ, ഇങ്ങോട്ട് വാ. നാട്ടിലേക്ക് പോവാണ്. ഇന്ന് 23-ാം ഡേറ്റ്. നമ്മളിവിടെ വെക്കേഷൻ ട്രിപ്പെല്ലാം വന്ന് എല്ലാം അടിച്ചു പൊളിച്ച് ഇന്ന് 2:50 ട്രെയിൻ വരുന്നത്. 2:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിലെത്തണം. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര ടയർഡായിപ്പോയി, ജലദോഷം വന്നുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ്, വെക്കേഷൻ ട്രിപ്പിൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ. ബൈ പറഞ്ഞ